പേടിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛൻ ഇതിന് പുറകിലുള്ള ഹോട്ടലുണ്ട്. അതെ. താങ്ക് യു. ഞങ്ങളുടെ പോർട്ടിൽ നിന്നും എല്ലാ മാസവും നിങ്ങളുടെ ഗുഡ്സ് കൊറിയയിലേക്ക് പോകുന്നുണ്ട്. ആ പോർട്ട് നിന്റെ അച്ഛന്റെ വകയല്ല, ഗവൺമെന്റിന്റെ. ഞങ്ങൾ ഗേറ്റ് അടച്ച നിങ്ങൾക്ക് കോടികളാണ് നഷ്ടം. നീ അങ്ങനെ ചെയ്ത ഇവിടെ വേറെയും ധാരാളം പോർട്ടുകളുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഗേറ്റ് തുറന്നിട്, നമുക്ക് ഒരേ കമ്പനിയായി മൂവ് ചെയ്യാം. ചത്താലും അത് നടക്കാൻ പോകുന്നില്ല. അത് സുദർശൻ, നമ്മുടെ ഫൈനാൻസ്. ഏത്? ആ ഗ്രേ കോട്ടിട്ടവനാ? മാഡം, റെസ്പെക്ട്. 4 പേർ ചേർന്ന് ഒരേ കാറിൽ ഓഫീസിൽ വന്നാൽ ഡീസൽ കാശ് ലാഭിക്കാം. അതുപോലെ 4 ഫാമിലീസ് ഒരുമിച്ച് ഹോളിഡേ ട്രിപ്പ് നടത്തിയാൽ ചെലവ് കുറയ്ക്കാമെന്നും ഒരു ഐഡിയ പറഞ്ഞു. വലിയ ഐഡിയ. ഞാനും അതുകൊണ്ടാണ് 5 കോടി ഇറക്കിയത്. വലിയ മനസ്സാത്. 2 മാസം കൊണ്ട് അത് 50 കോടിയായി. വലിയ പുരോഗതിയോ. 100 കോടി തരാം. കമ്പനി നിങ്ങൾ എനിക്ക് തന്നേക്ക്. വലിയ എമൗണ്ട് അത്. സർ, വാട്ട്സ് യുവർ ആൻസർ? സേ നോ. നോ എന്ന് പറയടാ. സേ യെസ്. യെസ് പറയാമൂല്യ. നോ എന്ന് പറയടാ. നോ എന്ന് പറഞ്ഞോളൂ. മിസ്റ്റർ പ്രവീൺ നായഡി, വലിഞ്ഞു കയറി വരുന്നവർക്കൊക്കെ വാതിൽ തുറന്നിട്ട് കൊടുക്കാൻ ഇതൊരു വഴിയമ്പലമൊന്നല്ല. അത് ഞങ്ങളായിട്ട് ചോദിച്ച കടമാകും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ദാറ്റ് ഈസ് എ റിജക്ഷൻ. ഇറ്റ്സ് എ നോ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്, ഇഡിയറ്റ്സ്. മാഡം അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. നീ പറ. കമ്പനി ഉദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ്സുകാർക്ക് അനുയോജ്യമായൊരു പാക്കേജാണ്. നിങ്ങൾ ഇത്ര വലിയ തുകയ്ക്ക് കമ്പനി വാങ്ങിയാൽ റേറ്റ് കൂട്ടേണ്ടി വരും. അങ്ങനെ കോസ്റ്റ് കൂടി വരികയാണെങ്കിൽ സോ അതായത് മാഡം ഉദ്ദേശിക്കുന്നത് നോ എന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാതെ പോയി ഈ ജനറേഷന്. ഞങ്ങളെ പോലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വെറും ഒരു പെണ്ണാ നീ, അതെങ്കിലും ആലോചിക്ക്. വലിയ വാണിംഗ് അത്. സുദർശൻ സാർ, എനിക്കങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ശീലമില്ല. എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അത് മാച്ച് ആവത്തുമില്ല. തെറ്റായിട്ടെന്തെങ്കിലും പറയാൻ ക്ഷമിച്ചേക്കണം. അതായത് ഈ ജന്മം നൽകാനുള്ള ശക്തി 2 പേർക്കേ ഉള്ളൂ. ഒന്ന് ഭൂമിക്ക്, മറ്റൊന്ന് സ്ത്രീക്ക്. അവരോട് ഈ വീരവാദം എന്തിനാണ് സാറേ? ജസ്റ്റ് സറണ്ടർ ചെയ്യുന്നതാണ് സാറേ നല്ലത്. അങ്ങനെയല്ല സാറിൻ്റെ ഉദ്ദേശങ്ങൾ. എൻ്റെ 3 ഓപ്ഷൻസ്. 1, നിങ്ങളുടെ ആൾക്കാരെ തല്ലി ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യണം. 2, നിങ്ങളെ തല്ലി ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യണം. 3, നിങ്ങളെ ഞാൻ തല്ലുമോ എന്നുള്ള ഡൗട്ട് കൊണ്ട് നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യണം. ഈ 3ലും കോമൺ ആയിട്ടുള്ളത് കൺട്രോൾ ചെയ്യാന്നുള്ളതല്ല, ഞാൻ തല്ലു എന്നുള്ളതാണ് കോമൺ. മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, നമ്മളൊരു ഓഫർ കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവര് അയ്യേ നമുക്കിത് വേണ്ടേന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നോന്ന് തന്നെയാ. അതുപോലെ അതിപ്രധാനപ്പെട്ടത്, വളരെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം
അത് ശരിക്കും നോന്നാ. മാഡം, ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരിക്കരുത് മാഡം. വേണ്ട മാഡം, ഹായ് പറഞ്ഞ് ഇപ്പൊ തന്നെ പരിചയം. കമോൺ മാഡം.